മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ ചക്കരക്കുളമ്പ് ചുങ്കൻ റോഡിനു മുൻപിൽ ഓഫ് റോഡ് തോറ്റുപോകും. അത്രയ്ക്കും ഭീകരാവസ്ഥയിലാണ് ഈ റോഡ്. ചൊവ്വാഴ്ച രാവിലെ റോഡിൽ കുടുങ്ങിയ സ്കൂൾ വാഹനമാകട്ടെ നാട്ടുകാർ വടം കെട്ടി വലിച്ചാണ് കയറ്റിയത്. നമുക്ക് വീട്ടിൽ നിന്ന് റോട്ടിക്ക് ഇറങ്ങാൻ പോലും നടന്ന് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഈ റോട്ടിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തുകാരോട് ഇതിൻ്റെ അധികൃതരോട് എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ചക്കരക്കുളമ്പ് സെന്റർ മുതൽ ചുങ്കം വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. റോഡിലെ ടാർ ഇളകിപ്പോയി പൂർണ്ണമായും മൺറോഡായി. 250ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. 10 സ്കൂൾ വാഹനങ്ങളും ഇതുവഴി വരുന്നുണ്ട്. ഇവിടേക്ക് ഓട്ടോ വിളിച്ചാൽ പോലും ഇപ്പോൾ വരാറില്ല. ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റിപ്പോയ സ്വകാര്യ ട്രാവലർ ചെളിയിൽ കുടുങ്ങി. വിദ്യാർത്ഥികളെ ഇറക്കി മാറ്റി നിർത്തിയതിനു ശേഷം വടം കെട്ടി വലിച്ചാണ് വാഹനത്തെ ചെളിയിൽ നിന്ന് നീക്കിയത്. ഈ റോഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ പള്ളിയുണ്ട്, അതേപോലെ പോത്തോയിക്കാവ് അമ്പലം, അതേപോലെ മേലെ ചുങ്കത്ത് മറ്റേ വില്ലേജ്, പഞ്ചായത്ത്, ബാങ്ക്, ഇവിടുത്തെ എന്താ ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ട റോഡാണ്. പിന്നുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വട്ടമ്പലം മറ്റേ മെയിൻ റോഡ്. ഇവിടെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പോകുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ പോയാൽ എത്തും. ഇപ്പോൾ ഈ റോഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വട്ടമ്പലം ചുങ്കം മേലെ ചുങ്കം വഴി അങ്ങനെ പോകണം. അത് എന്തായാലും 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാം വരും. ഇത്രയൊക്കെ ആയിട്ടും ഇതേപോലെ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തുകാരോട് ഇതിൻ്റെ അധികൃതരോട് എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. 25 വർഷം മുമ്പ് ടാർ ചെയ്ത റോഡിൽ പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല. പള്ളി, പോത്തോഴിക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ളവരും ഇതുവഴിയാണ് പോകുന്നത്. പലതവണ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും തുക വകയിരുത്താമെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വയനാട് സഹായനിധിയിലേക്ക് തുക നൽകിയതിനാൽ ഫണ്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ചക്കരക്കുളമ്പ് 8ാം വാർഡിൽ നിന്ന് കുമരംപുത്തൂർ പഞ്ചായത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇതിൽ 250ലേറെ വീടുകളുണ്ട് ഈ റോഡ് സൈഡിൽ. ഒരു 10ലേറെ സ്കൂൾ ബസ് ദിവസം വന്ന് പോകുന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു 7-8 സ്കൂൾ ബസ് വന്ന് മടങ്ങി ചുങ്കം വഴി തിരിഞ്ഞു പോയി. ഒരു സ്കൂൾ ബസ് ഒന്ന് ഇറങ്ങിയ ശേഷം മറിയാൻ പോയിട്ട് ആ മതിൽ ചാരി നിന്നിട്ടാണ് കുട്ടികളൊക്കെ അപകടത്തിൽപ്പെട്ടാൽ ലാസ്റ്റ് ആൾക്കാർ കുട്ടികളെ ഇറക്കി കെട്ടി വലിച്ചിട്ടാണ് വണ്ടി ഇവിടുന്ന് കയറ്റിയിരിക്കുന്നത്. അതാണ് ഇത് കൂടെ നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. ഇതിന് ഈ റോഡ് വീതി കൂട്ടാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ആൾക്കാരാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ റോട്ടിക്ക് ഇറങ്ങാൻ പോലും നടന്ന് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഈ റോട്ടിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.